ഒരു സീരിയലിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീന പൂജയെ ഹെൽപ്പ് ചെയ്യുകയാണ്. പൂജയുടെ ആവശ്യപ്രകാരം ആൽബി എന്ന ഡോക്ടർ സ്വാതിക്ക് എഴുതി കൊടുത്ത മെഡിസിനും അതുപോലെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എടുത്ത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ പൂജ അവിടെ നിന്ന് ഇറങ്ങുന്നു. പൂജ അവിടെ നിന്ന് നേരെ പോകുന്നത് മെഡിക്കൽ ഷോപ്പിലേക്കാണ്. മരുന്നുകളും കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടാണ് മെഡിക്കൽ ഷോപ്പിലേക്ക് പോകുന്നത്. എന്നിട്ട് അതിനുശേഷം നമ്മുടെ സ്നേഹയെ വിളിക്കുന്നു. സ്നേഹയും കൂട്ടി സ്വാതിയുടെ അച്ഛനെ കാണാനായിട്ട് സെൻട്രൽ ജയിലിലേക്കാണ് വീണ്ടും പോകുന്നത്. എന്നിട്ട് ഞാൻ അർജുൻ്റെ ഭാര്യയാണെന്നൊക്കെ പറയുമ്പോൾ, എൻ്റെ മോളെ കുടുക്കിയ ആളുടെ ഭാര്യയാണല്ലേ, എന്താ എൻ്റെ കാല് പിടിക്കാൻ അപേക്ഷിക്കാൻ വേണ്ടി വന്നതാണെങ്കിൽ എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനോ കേൾക്കാനോ ഇല്ലയെന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കുകയാണ് ആദ്യം തന്നെ. എന്നിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ പൂജയും പറയുകയാണ്, നിങ്ങളെ കണ്ടിട്ടല്ലേ മകൾ ഓരോന്ന് ചെയ്യുന്നതും, അതുകൊണ്ട് തന്നെ ആ മകളെ ഒരു കുറ്റവും പറയാൻ ഞാനില്ല. കാരണം നിങ്ങളെ കണ്ടല്ലേ മോള് വളർന്നത്, നിങ്ങൾ ഇങ്ങനെ ഒരാളല്ലെന്നൊക്കെ പറയുമ്പോൾ അയാൾക്കതൊന്ന് വിഷമമാവുകയാണ്. അയാൾ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടല്ല ഇവിടെ കിടക്കുന്നത്, എന്നെ കള്ളക്കേസിൽ കുടുക്കിയിട്ടിരിക്കുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ അത് കൊള്ളാം. അപ്പോൾ കള്ളക്കേസിൽ കുടുക്കിയ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മോള് ചെയ്ത കാര്യങ്ങളാണ് ഇതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഇങ്ങനെ തന്നെ ചെയ്യണം, അതിനുവേണ്ടി മറ്റൊരു നിരപരാധിയെ തന്നെ വേണം കേസിൽ കൊടുക്കാനെന്ന് പറഞ്ഞ് സംസാരിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുകയാണ്, എൻ്റെ മോളും ഒരു പാവമാണ്, അവൾ എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എന്നെ ഈ കേസിൽ കുടുക്കിയ ആൾക്കാർ തന്നെയാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ അവളെയും കുടുക്കിയിരിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം എന്ന് പറയുമ്പോൾ പൂജ പറയുകയാണ്, എന്തൊക്കെ പറഞ്ഞാലും ശരി, എൻ്റെ ഭർത്താവ് പുറത്തിറങ്ങുകയാണെങ്കിൽ നിങ്ങൾ നിരപരാധിയാണ് എന്ന് പറഞ്ഞത് സത്യമാണെങ്കിൽ എൻ്റെ ഭർത്താവ് പുറത്തിറങ്ങുമ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ കേസ് വാദിച്ച് നിങ്ങളെ പുറത്തിറക്കും, അതെൻ്റെ ഉറപ്പാണ്. പക്ഷേ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഉള്ള സത്യങ്ങളെല്ലാം കോടതിയിൽ വന്ന് സാക്ഷി പറയണം എന്ന് പറയുമ്പോൾ ഞാൻ പറയാമെന്ന് പറയുകയാണ്. എൻ്റെ മോളെ കൂടി രക്ഷിക്കണം എന്ന് പറയുമ്പോൾ മോളുടെ കാര്യം ഞാൻ നോക്കട്ടെ, ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുകയാണ് അവർ തമ്മിൽ. അപ്പോൾ ആ അച്ഛൻ ഉറപ്പ് കൊടുക്കുകയാണ്, അതായത് എൻ്റെ മോളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ള സത്യങ്ങളെല്ലാം അർജുന് വേണ്ടിയിട്ട് വന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞ് വാക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് സ്നേഹയും പൂജയും കൂടി അവിടെ നിന്നും ഇറങ്ങുകയാണ്. അയാളെ വിശ്വസിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും വിശ്വസിക്കാം, അയാൾ വന്ന് സാക്ഷി പറയുക തന്നെ ചെയ്യുമെന്ന് പൂജ ഉറപ്പ് പറയുകയാണ്. പൂജയും സ്നേഹയും അഖിലും കൂടി രാധമോളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കാരണം രാധമോള് കാരണമാണ് ഇപ്പോൾ എനിക്ക് ഈ കേസ് ഇവിടം വരെയൊക്കെ എത്തിക്കാൻ സാധിച്ചത്. ഇതിനുള്ള എല്ലാ തെളിവുകളും കിട്ടാൻ കാരണം രാധമോളാണ്. രാധമോൾക്ക് വേണം നന്ദി പറയാനായിട്ട്. അത് രാധമോൾക്ക് അങ്ങനെ ഒരു അസുഖം വന്നത് കാരണമാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയതും ജീനയെ കാണാൻ ഇടയായതും. അതുകൊണ്ട് അവളാണ് ഇതിന് ഏറ്റവും അധികം സഹായകരമായതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവരും പറയുകയാണ്, ശരിയാണ്, ചേച്ചിക്ക് എന്തൊക്കെയോ ഒരു സിമിലാരിറ്റി മോളായിട്ടുണ്ട്, എന്തോ ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുണ്ടെന്നൊക്കെ അവർ പരസ്പരം പറയുകയാണ്, സംസാരിക്കുന്നുണ്ട്. അതായത് ആൽബി എന്ന ഡോക്ടർ അതുപോലെ തന്നെ സ്വാതിക്കായിട്ട് എഴുതി കൊടുത്തിരിക്കുന്ന മരുന്നുകൾ മിക്കവാറും അബോർഷന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ തന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവർ ഡിസ്കസ് ചെയ്ത് സ്വാതിക്കെതിരെയുള്ള തെളിവുകൾ അവർ ക്രമപ്പെടുത്തുകയാണ് കാണിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ മാധുരി വിശ്വനാഥനച്ഛനെ കാണാനായിട്ട് പോകുന്നതാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ സ്നേഹസദനത്തിലുള്ള വിശ്വനാഥനച്ഛനുമായിട്ട് സംസാരിക്കുമ്പോൾ വിശ്വനാഥനച്ഛൻ പൂജയോട് പറഞ്ഞതുപോലെ തന്നെ പറയുകയാണ്, നിങ്ങളുടെ എല്ലാം മനസ്സെനിക്കറിയാം, ഞാനിതെല്ലാം ചെയ്തത് എൻ്റെ പൂജമോൾക്ക് വേണ്ടി തന്നെയാണ്. കാരണം എനിക്ക് അങ്ങനെ ചെയ്തേ നിവൃത്തിയുള്ളൂ. കാരണം എനിക്ക് എൻ്റെ പൂജയെ രക്ഷിക്കണം. കാരണം പ്രിയ എന്ന മോളും എൻ്റെ മോള് തന്നെയായിരുന്നു. പക്ഷേ അവളുടെ സ്വഭാവവും അവളുടെ ക്രൂരതയും എല്ലാം തിന്മ പ്രവൃത്തികളെല്ലാം എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള അവൾ എന്തെങ്കിലും കരുതിക്കൂട്ടി തന്നെയായിരിക്കണം പൂജയ്ക്കെതിരെ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. അങ്ങനെ എനിക്ക് നല്ല ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അവളെ എൻ്റെ കൂടെ ഇവിടെ താമസിപ്പിച്ചത്. അല്ലാതെ നിങ്ങളെല്ലാം കരുതിയതുപോലെയൊന്നുമല്ല, എനിക്ക് എൻ്റെ പൂജമോളാണ് വലുതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മാധുര്യമ്മയോട് പറയുകയാണ്. കണ്ടാൽ തന്നെ അറിയാം അവൾക്ക് എന്തോ ദുരുദ്ദേശമുണ്ട്. അവളൊരു പെരും കള്ളി തന്നെയാണ്. അവളുടെ എല്ലാ കള്ളത്തരങ്ങളും ഞാൻ പുറത്തു കൊണ്ടുവരും, അവൾക്ക് തക്കതായ ശിക്ഷ ഞാൻ തന്നെ കൊടുക്കും എന്നൊക്കെ വിശ്വനാഥനച്ഛൻ പറയുകയാണ്. ശേഷം കാണിക്കുന്നത് മാധുരിയും അതുപോലെ തന്നെ മധു ആൻറ്റിയും അച്ഛമ്മയും കൂടിയുള്ള സംഭാഷണമാണ്. അപ്പോൾ മധു ആൻറ്റി പറയുന്നുണ്ട്, എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് രാധമോൾക്ക് നീയുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്ന്. കാരണം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എപ്പോൾ നീ അവളെ കയ്യിലെടുത്താലും അവളുടെ കരച്ചിൽ അപ്പം നിർത്തും. അതുപോലെ തന്നെ നിൻ്റെയും അവളുടെയും എ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണെന്നൊക്കെ പറയുമ്പോൾ എനിക്കും പലതവണ എനിക്ക് അവളോട് എന്തോ അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ടുണ്ട്. ഞാൻ അജുവേട്ടനോട് കളിയായിട്ടാണെങ്കിലും പറഞ്ഞിട്ടുണ്ട് മോളെ അഡോപ്റ്റ് ചെയ്താലോ എന്ന്. അപ്പോൾ അച്ഛമ്മ പറയണം, അതിൻ്റെ ആവശ്യം എന്താ, നിൻ്റെ മോൾ തന്നെയാണ് അവളെന്ന് കരുതിയാൽ പോരെ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് കരുതുന്നത്, എൻ്റെ മോളായിട്ട് തന്നെയാണ് കരുതുന്നത് എന്നൊക്കെ പറഞ്ഞ് അവർ സീരിയസ് ആവുകയാണ്. അപ്പോൾ നീ ഇത്രയ്ക്ക് സീരിയസ് ആക്കേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുകയാണ്. അപ്പോഴും എനിക്ക് തോന്നാറുണ്ട് അവളുടെ അച്ഛനും അമ്മയും ആരാണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ആ ലെറ്റർ പൊട്ടിച്ച് വായിച്ചാലോ എന്നൊക്കെ തോന്നാറുണ്ടെന്നൊക്കെ പറയുകയാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നീ ഇത്ര സീരിയസ് ആക്കി എടുക്കണ്ട മോളേന്ന് അവരെല്ലാം പറയുകയാണ് പൂജയോട്. എങ്കിലും എടുത്തെടുത്ത് പറയുന്നുണ്ട്, അതായത് എല്ലാത്തിനും കാരണം എൻ്റെ രാധമോളാണ്. അവളെ കണ്ടതുകൊണ്ടാണ്, അവൾക്ക് വേണ്ടി ഞാൻ ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് മാത്രമാണ് ജിന്നയെ ഞാൻ കണ്ടതും എൻ്റെ അജുവേട്ടന് വേണ്ടിയിട്ടുള്ള
സഹായകരമായ തെളിവുകൾ സ്വാതിക്കെതിരെ എനിക്കെല്ലാം കിട്ടിയതുമെല്ലാം എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അവളാണ് എനിക്ക് ഇതിനെല്ലാം ഹെൽപ്പായതെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തെടുത്ത് പറയുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം കോടതി കൂടുന്നതാണ്. അവിടെ അജുവേട്ടനെയും അതുപോലെ തന്നെ സ്വാതിയെയും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും സ്വാതിക്കെതിരെയുള്ള നിർണായക തെളിവുകളെല്ലാം സമർപ്പിച്ചിട്ടുള്ള വരുന്ന എപ്പിസോഡുകളാണ് ഇനി വരുന്നത്. സ്വാതിക്കെതിരായിട്ടുള്ള തെളിവുകളും സാക്ഷിയും ഒക്കെ ആയിട്ട് സ്വന്തം അച്ഛൻ തന്നെ വരുന്നത് സ്വാതി ഒട്ടും പ്രതീക്ഷിച്ച് കാണില്ല. അതുകൊണ്ട് തന്നെ നിർണായകമായ തെളിവുകളും ഒക്കെയുള്ള എപ്പിസോഡുകളാണ് ഇനി വരുന്നത്. അടുത്ത എപ്പിസോഡുമായി വരുന്നത് വരെയും ഓക്കെ, ബൈ.